പ്രിയമുള്ളവരെ, വചനജ്വാല 1599 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 16 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 52 അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. സിയോനെ, ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. വിശുദ്ധ നഗരമായ ജെറൂസലേമേ, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. അപരിച്ഛേദനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. ബന്ധനസ്ഥനായ ജെറൂസലേമേ, പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു, പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി. അസീറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു. കർത്താവ് ചോദിക്കുന്നു, എൻ്റെ ജനത്തെ അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം? അവിടുന്ന് അരുളി ചെയ്യുന്നു, അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു. എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു. എൻ്റെ ജനം എൻ്റെ നാമം അറിയും. ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും. ഇതാ, ഞാൻ ഇവിടെയുണ്ട്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാരൻ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറൂസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറൂസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തന്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുൻപിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളിലും നമ്മുടെ രക്ഷ, ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. പോകുവിൻ, പോകുവിൻ, അവിടെ നിന്ന് കടന്നു പോകുവിൻ. അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. കർത്താവിൻ്റെ പാത്രവാഹകരെ, നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമാണ് നിങ്ങളുടെ പിൻകാവൽക്കാരൻ. കർത്താവിന്റെ ദാസൻ, എൻ്റെ ദാസനെ ശ്രേയസ്സുണ്ടാകും. അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യൻ എന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു. അവന്റെ രൂപം മനുഷ്യൻ്റെതല്ല. അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും. രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും. അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും, കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഹൊണോരാത്തൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. പണ്ട് ഗോൾ എന്ന് വിളിച്ചിരുന്ന ഫ്രഞ്ച് ദേശത്താണ് ജനനം.
വിജാതീയ കുടുംബം ക്രിസ്തുമതം ആശ്ലേഷിച്ചു ഉടനെ അദ്ദേഹം സഹോദരൻ വെന്തൻസിയൂസ് ഒരുമിച്ച് വിശുദ്ധ സ്ഥലങ്ങളും സിറിയയും ഈജിപ്തും സന്ദർശിക്കുവാൻ പോകുന്ന വഴിയിൽ സഹോദരൻ മരിക്കുകയാൽ മടങ്ങിപ്പോന്നു. കുറെ കാലം റോമായിൽ കഴിഞ്ഞു. അവിടെ നിന്നും പ്രോവിൻസിലേക്ക് പോയി ഫ്രയൂസിലെ ബിഷപ്പ് ലെനൻസ് ദ്വീപിൽ താമസിക്കാൻ അഭ്യർത്ഥിച്ചു. അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചു. അത് പിന്നീട് പല മെത്രാന്മാരുടെയും ഗ്രന്ഥകാരന്മാരുടെയും നഴ്സറിയായി. ആഴ്സിലെ ആർച്ച് ബിഷപ്പ് വധിക്കപ്പെട്ടപ്പോൾ ഹൊണോരാത്തൂസിനെ ഏകാന്തതയിൽ നിന്നും പിടിച്ചെടുത്ത് ആർച്ച് ബിഷപ്പാക്കി. ആര്യനും മനിക്കനും പാഷണ്ഡതകൾ കൊണ്ട് തകർന്നുപോയ അതിരൂപതയിൽ ക്രമവും സത്യവിശ്വാസവും പാലിച്ച് ഒരു ശിഷ്യനായ ഹിലരിയുടെ കരങ്ങളിൽ കിടന്ന് ഹൊണോരാത്തൂസ് അന്ത്യശ്വാസം വലിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ വിശുദ്ധ ജോസഫ് വാസിനെയും അനുസ്മരിക്കുന്നു. ഗോവയിലാണ് ജനനം. ഉന്നത ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട ഉത്തമ കത്തോലിക്കരായിരുന്നു ജോസഫ് വാസ്. 25-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. 31-ാം വയസ്സിൽ ഒരു ദേശീയ സംഘടനയിൽ അംഗമായി. ഗോവ വിട്ട് ഫിലിപ്പിനേരി ഓറട്ടറിയിൽ സുപ്പീരിയറായി. പിന്നീട് ജാഫ്നയിൽ പോയി മതത്യാഗികളായ അനേകരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് യാത്രകൾ ചെയ്തു. യാത്രകൾക്കിടയിൽ ഗുരുതരമായ രോഗം പിടിപെട്ട് കാൻഡിയായിലേക്ക് കൊണ്ടുപോയി. അന്ത്യസമയമായപ്പോൾ തറയിൽ കിടന്നാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. 2015 ജനുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീലങ്കയിലെ അപ്പസ്തോലനായ ജോസഫ് വാസിനെ കൊളംബോയിൽ വെച്ച് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഹൊണാരോത്തൂസിൻ്റെയും വിശുദ്ധ ജോസഫ് വാസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.